കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലുള്ള പള്ളിത്തർക്കം എന്താണ്? കാലങ്ങളായി കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന പള്ളിത്തർക്കത്തിൻ്റെ നാൾവഴി തിരക്കുകയാണ് മീഡിയ വൺ കോൺക്ലേവ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കോൺക്ലേവിലേക്ക്. 1653 ജനുവരി മാസം 3-ന് ലത്തീൻ വൽക്കരണത്തിനെതിരെ ആർച്ച് ഡീക്കൻ ടോമിയുടെ നേതൃത്വത്തിൽ മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻകുരിശ് സത്യത്തോടെയാണ് കേരളത്തിലെ നസ്രാണി ക്രൈസ്തവർ രണ്ടാകുന്നത്. ഒരു വിഭാഗം കത്തോലിക്ക സഭയ്ക്കൊപ്പം നിലകൊണ്ടു. കൂനൻകുരിശ് സത്യമെടുത്തവരെല്ലാം പ്രത്യേക വിഭാഗങ്ങളായി മാറി. 1665 അന്ത്യോക്യയിൽ നിന്ന് വന്ന യാക്കോബായ മെത്രാനായ മാർ ഗ്രിഗോറിയോസിനെ ഒന്നാം മാർത്തോമയായ ആർച്ച് ഡീക്കൻ ടോമിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചതോടെയാണ് യാക്കോബായ വിശ്വാസം കേരളത്തിൽ ആരംഭിക്കുന്നത്. പിന്നീട് 6-ാം മാർത്തോമയുടെ കാലത്ത് 1765 മുതൽ കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടാൻ ശ്രമം നടന്നുവെങ്കിലും വത്തിക്കാനിൽ നിന്നും അതിനുള്ള അനുമതി കിട്ടിയില്ല. പിന്നീട് 1818 മാവേലിക്കരയിൽ ചേർന്ന സഭാ സിനഡ് ആംഗ്ലിക്കൻ സഭയുമായി സഹകരണം പ്രഖ്യാപിച്ചു. മാവേലിക്കരയിൽ തന്നെ ചേർന്ന 1836 സിനഡ് ആംഗ്ലിക്കൻ വിശ്വാസത്തെ തള്ളിപ്പറയുന്നതിനും സാക്ഷ്യം വഹിച്ചു. അത് സഭയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. പിന്നാലെ കടുത്ത ആഭ്യന്തര കലഹത്തിലേക്കും സഭ പ്രവേശിച്ചു. പിന്നീട് നാം കേൾക്കുന്നത് യാക്കോബായ സഭയുടെ പിളർപ്പെന്ന കഥയാണ്. സഭയിലെ പ്രശ്നപരിഹാരത്തിനായി ആദ്യമായി അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. 1876 പത്രോസ് മൂന്നാമൻ പാത്രിയാർക്കീസ് മുളന്തുരുത്തി സുനകദോസ് വിളിച്ചു ചേർക്കുകയുണ്ടായി. ഈ സമ്മേളനമാണ് സഭയിൽ അന്ത്യോക്യൻ ആരാധനാക്രമവും സഭാ നിയമവും ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. അന്നാണ് പാത്രിയാർക്കീസ് നവീകരണ വിഭാഗത്തിന് മുടക്ക് കൽപ്പിച്ചത്. അതോടെ യാക്കോബായ സഭ പിളർന്ന് മാർത്തോമ സഭയുണ്ടായി. സഭയിലെ അന്നത്തെ പ്രതിസന്ധി പാത്രിയാർക്കീസ് പരിഹരിച്ചുവെങ്കിലും ആ വേദിയാണ് ഇന്നത്തെ സഭാതർക്കത്തിൻ്റെ മുഖ്യ കാരണം. മലങ്കര സഭയുടെ ആത്മീയ തലവൻ എന്നതിനൊപ്പം സമ്പത്തും തൻ്റെ കീഴിലാണെന്ന പാത്രിയാർക്കീസിൻ്റെ പ്രഖ്യാപനം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത്. അന്നത്തെ മലങ്കര മെത്രാപ്പോലിത്ത വട്ടശ്ശേരി 6-ാം ദിവ്യാനോസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർന്നു. ഇതോടെ കേരളത്തിലെ യാക്കോബായ സഭ 2 വിഭാഗമായി പിളർന്നു. ഓർത്തഡോക്സും യാക്കോബായ പക്ഷവുമായി മാറി. അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ അനുകൂലിക്കുന്നവർ ബാവ കക്ഷിയെന്നും വട്ടശ്ശേരി മെത്രാപ്പോലിത്തെ അനുകൂലിച്ചവർ മെത്രാൻ കക്ഷിയെന്നും അറിയപ്പെട്ടു. ബാബ കക്ഷി പിന്നീട് യാക്കോബായ എന്നും മെത്രാൻ കക്ഷി പിന്നീട് ഓർത്തഡോക്സ് എന്നും അറിയപ്പെട്ടു. തുടർന്ന് 1912 മെത്രാൻ കക്ഷി മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു. മാർത്തോമയുടെ സിംഹാസനം നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചു. എന്നാൽ അപ്പോഴത്തെ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് അബ്ദുള്ള കാത്തോലിക്കേറ്റിനും മലങ്കര മെത്രാപ്പോലിത്തയ്ക്കും മുടക്ക് കൽപ്പിച്ചു. മറുപടിയുമായി അബ്ദുള്ള പാത്രിയാർക്കീസിന്റെ മുൻഗാമിയായ അബ്ദേഹ് മിഷിഹ പാത്രിയാർക്കീസിനെ കേരളത്തിലെത്തിച്ച മെത്രാൻ കക്ഷി മുടക്ക് നീക്കലും കാതോലിക്കേറ്റ് സ്ഥാപനവും പ്രഖ്യാപിച്ചു. ഇതോടെ സഭയിൽ പിളർപ്പ് നടപ്പിലായി. തുടർന്ന് നിയമ നടപടികളിലേക്ക് ഇരുപക്ഷവും നീങ്ങി. ഇതിൽ മുഖ്യം 3000 പൂവരാഹിൻ്റെ പലിശയെ ചൊല്ലിയുള്ള വട്ടിപ്പണക്കേസായിരുന്നു. ഇതിനിടെ മെത്രാൻ കക്ഷി 1934 ഭരണഘടനയുണ്ടാക്കി. വട്ടിപ്പണക്കേസിൽ 1958 സുപ്രീം കോടതിയുടെ അന്തിമ വിധി വന്നത്. അന്നത്തെ വിധി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായിരുന്നു. ഇതോടെ ഇരുവിഭാഗവും യോജിച്ചു. ഇതിനിടെ ബദനി സന്യാസ വിഭാഗം കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ട മലങ്കര കത്തോലിക്ക സഭ നിലവിൽ വന്നു. 1958 മുതൽ 1970 വരെ ഇരുവിഭാഗവും യോജിച്ച് നീങ്ങി. 1934 ഭരണഘടന ഇരുവിഭാഗവും അംഗീകരിച്ചു. മാർത്തോമായുടെ സിംഹാസനം അടക്കമുള്ള വിഷയങ്ങളെ ചൊല്ലി നടന്ന തർക്കത്തെ തുടർന്ന് സഭ വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങി. 1975 അന്ത്യോക്യൻ പാത്രിയാർക്കീസ് ബാബ കക്ഷിക്കും ഒരു കാതോലിക്കയെ വാഴിച്ചു. ഇതോടെ ഒരു സഭയ്ക്ക് ഒരേ സമയം 2 കാതോലിക്ക എന്ന അസാധാരണ സാഹചര്യമുണ്ടായി. നീണ്ട കോടതി വ്യവഹാരത്തിനൊടുവിൽ 1995 സഭയുടെ ഭരണം ഭൂരിപക്ഷത്തിന് നൽകണമെന്നും 1934 ഭരണഘടന നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വിധിച്ചു. തുടർന്ന് തെരഞ്ഞെടുപ്പ് നടത്തി മലങ്കര അസോസിയേഷൻ രൂപീകരിക്കാൻ ജസ്റ്റിസ് മള്ളിമഠ് കമ്മീഷനെ സുപ്രീം കോടതി നിയമിച്ചു. പരുമലയിൽ വിളിച്ചു ചേർത്ത അസോസിയേഷൻ യോഗത്തിൽ വെച്ച് 1064 പള്ളികൾ എന്നത് ഇരുപക്ഷത്തെയും ഉപലിസ്റ്റുകൾ കൂടി പരിഗണിച്ച് 1664 പള്ളികളായി ഉയർത്തി. അംഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിനിധികളെ വേണമെന്ന യാക്കോബായ വിഭാഗത്തിൻ്റെ ആവശ്യം അംഗീകരിച്ചു. ഇരുവിഭാഗവും അംഗീകരിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് നിലവിൽ വന്നു.
യാക്കോബായ വിഭാഗത്തിലെ കാതോലിക്ക 1996 മരിച്ചതോടെ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കാതോലിക്ക മാത്രമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അന്നത്തെ കാതോലിക്ക മെത്രാപ്പോലീത്ത സ്ഥാനങ്ങൾ രാജിവെച്ചു. എന്നാൽ യാക്കോബായ വിഭാഗം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. ഇതോടെ ഓർത്തഡോക്സ് വിഭാഗത്തിന് സഭാഭരണം ലഭിച്ചു. എന്നാൽ ബാവ കക്ഷിക്ക് വീണ്ടും കാതോലിക്കയെ പാത്രിക്കീസ് വാഴിച്ചതും യാക്കോബായ വിഭാഗവും ഭരണഘടന ഉണ്ടാക്കിയതിന് വീണ്ടും സഭാതർക്കമായി കോടതി കയറി. ഒടുവിൽ 2017 സുപ്രീം കോടതി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ അന്തിമ വിധി പുറപ്പെടുവിച്ചു. ആ വിധി നടപ്പിലാക്കി കിട്ടാനായി ഓർത്തഡോക്സ് വിഭാഗം സമർപ്പിച്ച ഹർജികളിലാണ് പള്ളികൾ പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ ഉത്ഭവം ആരംഭിക്കുന്നത്. മാർത്തോമാ സഭയും മലങ്കര കത്തോലിക്ക സഭയും എങ്ങനെ രൂപപ്പെടുകയാണ് ഉണ്ടായത്? അടുത്ത എപ്പിസോഡിൽ മലങ്കര കത്തോലിക്ക സഭയുടെ ഉത്ഭവം എങ്ങനെയെന്നറിയാം.